ഷുഹൈബ് വധക്കേസ് പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ആവശ്യം തള്ളി. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 1 പ്രതികളുടെ ആവശ്യം തള്ളിയത്. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളാണ് കോടതി മാറ്റണമെന്ന ആവശ്യവുമായി ഹർജി നൽകിയത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഇങ്ങനൊരു കോടതി മാറ്റത്തിന് വേണ്ടി പ്രതികൾ ആവശ്യപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? കോടതി എന്താണ് തീരുമാനമെടുത്തത്? മധു, നേരത്തെ തന്നെ കോടതി മാറ്റണമെന്നുള്ള ആവശ്യം പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹർജി നേരത്തെ, അതായത് 2 ദിവസം മുന്നേ തന്നെ കോടതി ഇത് പരിഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്തതാണ്. പക്ഷേ അതിനകത്ത് സാങ്കേതികത്വത്തിൻ്റെ പേരിലാണ് ഈ ഹർജി തള്ളിയത് എന്നുള്ള വാദം പ്രതിഭാഗം വീണ്ടും ഉയർത്തുകയും അതിനോടൊപ്പം ചേർക്കാൻ വിട്ടുപോയിട്ടുള്ള സത്യവാങ്മൂലം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഹർജി നൽകിയത്. ആ ഹർജിയാണ് ഇപ്പോൾ കോടതി വീണ്ടും തള്ളിയിരിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 1 ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രതികൾക്ക് ഇത് തിരിച്ചടി തന്നെയാണ്. കാരണം പ്രതികളുടെ ആവശ്യം തള്ളിയിരിക്കുന്നു. അത് ഒരു തവണയല്ല, 2 തവണയാണ് പ്രതികളുടെ ആവശ്യം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 CPIMൻ്റെയും DYFIയുടെയും പ്രവർത്തകരാണ് ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. ആദ്യഘട്ടം മുതൽ തന്നെ പാർട്ടി ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള പ്രതികളെ CPM തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ തന്നെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കോടതിയിലേക്ക് എത്തിയത് ഉൾപ്പെടെ വലിയ വിവാദമായി മാറുകയും ചെയ്തതാണ്. എന്തായാലും ഇത് പ്രതികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. കോടതി മാറ്റം ഉണ്ടാവില്ല. നേരത്തെ വിചാരണ നടന്നിരുന്ന അതേ കോടതിയിൽ തന്നെ ഇനിയിപ്പോൾ വിചാരണ നടപടികൾ ആരംഭിക്കും. കഴിഞ്ഞ മെയ് മാസം 18-ാം തീയതി മുതലാണ് ഈ കേസിൻ്റെ വിചാരണ ആരംഭിച്ചിരുന്നത്. ജൂലൈ മാസം വരെ, ജൂലൈ 2-ാം തീയതി വരെയാണ് വിചാരണയായി നിശ്ചയിച്ചിരുന്നത്. അതിൽ 1-ാം സാക്ഷിയെ പൂർണ്ണമായും വിസ്തരിച്ചു. ആ ഘട്ടത്തിൽ പ്രതിഭാഗം പൂർണ്ണമായും അതിനോട് ക്രോസ് വിസ്താരവും മറ്റ് നടപടികൾക്കുമെല്ലാം സഹകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2-ാം സാക്ഷിയെയും 3-ാം സാക്ഷിയെയും വിസ്തരിക്കുന്ന ഘട്ടത്തിലാണ് പ്രതിഭാഗം ക്രോസ് വിസ്താരത്തിൽ ഉൾപ്പെടെ വിട്ടുനിൽക്കുകയും കോടതി മാറ്റണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് പ്രതികളുടെ ജാമ്യം ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ട് അവരുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉൾപ്പെടെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് പിന്നാലെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. പക്ഷേ കോടതി മാറ്റണമെന്നുള്ള ആവശ്യം ഇപ്പോൾ കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ ഹർജി തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിചാരണ നേരത്തെ നടന്നിരുന്ന അതേ കോടതിയിൽ തന്നെ തുടരുകയും ചെയ്യും എന്നുള്ളതാണ് കോടതിയുടെ ഈ വിധി പ്രസ്താവനത്തിലൂടെ വ്യക്തമാവുന്നത്. മാധു, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. കോടതി മാറ്റണം എന്ന ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നു. 17 പ്രതികളാണ് ഈ ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത്.